നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് മണ്ഡലങ്ങൾ തോറും ഇങ്ങനെ വ്യാപിച്ചു പോകുമ്പോൾ നമ്മുടെ ക്യാമ്പസുകൾ എന്തായിരിക്കും പറയുന്നത്? നമ്മുടെ ജെൻസി പിള്ളേർ യൂത്ത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. വോട്ട് വൈബ് ഇന്നുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ സർവകലാശാലയിൽ. ആ സർവകലാശാലയുടെ ക്യാമ്പസിൽ, കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ്. അവിടുത്തെ നല്ല കിടുക്കൻ പിള്ളേര് നമ്മോടൊപ്പം ഉണ്ട്. അവർ പറയും അവരുടെ വൈബ് എന്താണ്, അവരെന്താണ് ഈ ഇലക്ഷനെ, ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന്. അപ്പൊ കേരള സർവകലാശാലയിലെ ക്യാമ്പസിലെ കുട്ടികൾക്ക് എന്താണ് തെരഞ്ഞെടുപ്പിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാൻ എന്താണ് അവർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. ഞാൻ ആദ്യം ചെയർമാൻ ഇവിടെ നിൽക്കുന്നത്. ചെയർമാൻ നമസ്കാരം. നമസ്കാരം. ചെയർമാന്റെ പേര്? എന്റെ പേര് എബി. എബി. അതെ. എബി, അപ്പോൾ ഈ ഇലക്ഷൻ ഉണ്ടായ ഒരു ക്യാമ്പസ് ആണോ ചോദിക്കണല്ലോ? തെരഞ്ഞെടുപ്പ് നേരിട്ട് ജയിച്ചു വന്നാണോ? അതെ അതെ. തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതെ അതെ. എന്നിട്ട് എങ്ങനെയായിരുന്നു? സ്ട്രോങ് ആയിരുന്നു അതോ? ശരി, എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങള്? തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങള് എന്താ പറയാ, നമ്മള് വിദ്യാർത്ഥികളിലോട്ട് ഇറങ്ങിച്ചെല്ല, അവരിലോട്ട് സമ്പാദിക്കുക, കാര്യങ്ങൾ പറയാ. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. എല്ലാ ക്യാമ്പസുകളിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഈ ചെയർമാനെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് ഇവിടെ ചോദിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ എങ്ങനെയുണ്ട് ചെയർമാൻ എന്നുള്ളത് എല്ലാം പറയോ പിള്ളേര്? പിന്നെ അവര് പോസിറ്റീവായിട്ട് പറയും, ചോദിക്കാം. ഉറപ്പാണ്. എന്നാലും കൊള്ളാം. ഞാൻ എബിയിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഞാൻ ബാക്കി എല്ലാവരോടും ചോദിക്കുന്നത് അല്ലേ. അപ്പോ എങ്ങനെ, ലേഡീസ് ഫസ്റ്റ് ആണോ ജെൻസ് ഫസ്റ്റ് ആണോ? ഇവിടെ എങ്ങനെയാണ് പ്രാതിനിധ്യം ആർക്കാ കൂടുതൽ? എന്താ പ്രാതിനിധ്യം കൂടുതൽ ആർക്കാ ഇവിടെ ക്യാമ്പസിൽ? ക്യാമ്പസില് എന്താ വിദ്യാർത്ഥികൾ ഏത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് കൂടുതൽ. അതെ അതെ. അതായത് ഈ പി ജി പഠിക്കുന്ന പിള്ളേരാന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ. പി ജിയിലെ കൂടുതൽ. അപ്പൊ പി ജി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത് പെൺകുട്ടികളാണെന്നാണോ? ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികളാണ് കൂടുതലും വരാറുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പേര്? എന്റെ പേര് അമൻ സവീദ്. അമ്മൻ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. മലബാർ നിർണായകമാണ് തെരഞ്ഞെടുപ്പില്. മലബാറിലെ റിസൾട്ട് ഒരുപക്ഷെ പലപ്പോഴും പ്രതിഫലിക്കാറുണ്ട് സംസ്ഥാന ഭരണത്തിലൊക്കെ അല്ലെ? അപ്പൊ എന്താ മലബാറിലൊരു കാഴ്ച എങ്ങനെയാണ്? ഞാൻ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ ഇപ്പോ സച്ചിനേട്ടൻ വളരെ സജീവമായിട്ട് ബാലുശ്ശേരിക്കാരുടെ ഇടയിൽ ഇടപെടുന്ന ഒരു ആളാണ്. അപ്പൊ സച്ചിനേട്ടൻ അങ്ങനെ എന്താ പറയാ, ഒരു എതിരാളി എന്നുള്ള നിലയിലൊന്നും അവിടെ ആരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സജീവമായിട്ടാണ് സച്ചിനേട്ടൻ പോകുന്നത്. മറ്റേ കാൻഡിഡേറ്റിന്റെ പേര് വിട്ടുപോയി. അപ്പൊ ആ നിലയിലാണ് എന്തായാലും സച്ചിനേട്ടൻ തന്നെ. വേറെ കൺഫ്യൂഷൻ, എതിർ കാൻഡിഡേറ്റ് പേര് തന്നെ വിട്ടുപോയി, നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടെ തുടങ്ങി. അതായത് ഈ ക്യാമ്പസിലെ ഈ പെൺപുലികൾക്കും ഉണ്ടാവുമല്ലോ, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ വോട്ട് ചെയ്യാറുണ്ടോ? എത്രയാണ് വോട്ട് ചെയ്തു? ഇപ്പൊ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഈ ക്യാമ്പസിനെ പറ്റി പറയും ഈ ജെൻസി പിള്ളേരാണ്, ജെൻസി പിള്ളേരുടെ തോട്ട് ഭയങ്കര വ്യത്യസ്തമാണെന്ന് പറയും. ഇപ്പോൾ നമ്മളൊക്കെ തൊട്ട് മുമ്പിലത്തെ ജനറേഷനാണ്. ആ ജനറേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ജനറേഷനിൽ വരുമ്പോൾ വലിയ സീരിയസ് ആയിട്ട് ഇലക്ഷനെ കാണുന്നുണ്ടോന്നാണ്. ഈ സീരിയസ് ആയിട്ട് ഇലക്ഷൻ കാണുന്നുണ്ടോ? വളരെയധികം നമ്മൾ ഗൗരവത്തോടെയാണ് ഈ ഇലക്ഷനെ കാണുന്നത്. കാരണം നമ്മുടെ ഒരു ശബ്ദം നമുക്ക് രേഖപ്പെടുത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ്. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടെയാണ് ക്യാമ്പസ് നോക്കി കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലായാലും ഒക്കെ ചർച്ചകളുണ്ട്. എങ്ങനെയാണ് ഇലക്ഷനെ നോക്കി കാണുന്നത്, ഇലക്ഷനെ പറ്റിയുള്ള ഓരോ മണ്ഡലത്തെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മൾ ക്ലാസ് മുറികളടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു വൈബോട് കൂടി തന്നെയാണ് ജെൻസി ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുന്നത്. ആണ്. ഓക്കെ, ജെൻസിയുടെ പേരെന്താ? ആദില. എവിടുത്തെ സ്ഥലം? ഞാൻ പട്ടാമ്പിയാണ്. പട്ടാമ്പിയാണ്. അപ്പൊ ഈ ക്യാമ്പസിലെ ഒരുപാട് എല്ലാ ജില്ലകളിൽ നിന്നും ആളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. 14 ജില്ലകളിലും ഉണ്ടാവും. 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പൊ 14 ജില്ലകളായതുകൊണ്ട് തന്നെ 14 ജില്ലയുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് കാര്യവട്ടം ക്യാമ്പസിൽ എത്തി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ എങ്ങനെ ഈ ആലോചിക്കുക എന്താണ് പറയേണ്ടതെന്ന്. ഓക്കെ, ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിങ്ങൾക്ക്? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ റോഡ് നന്നായി കിടക്കുക എന്നാണോ, അല്ലെങ്കിൽ നല്ല ഭരണം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരിക? എങ്ങനെയാണ് വികസനം എന്നുള്ളതിന് ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ എന്താണ് നേരിട്ട് വികസനത്തെ കാണുന്നത്? എങ്ങനെയാണ് വികസനം എന്ന് പറയുമ്പോൾ കേവലം എന്താ പറയാ, ഈ പോർട്ട് പോലെ കാര്യങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവർക്ക് വേണ്ട ആവശ്യങ്ങൾ. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ സർക്കാർ ഒരേപോലെ പാവങ്ങളെയും അതേപോലെ തന്നെ എന്താ പറയാ ബിസിനസ് ചെയ്യണവരും ഒരേപോലെ കൈപിടിച്ച് കൊണ്ടുപോയ സർക്കാരാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പാവങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അവർ കൃത്യമായ ക്ഷേമ പെൻഷനുകൾ നൽകി. അതേപോലെ തന്നെ പാവങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ കൃത്യമായി എന്താ പറയുക അവർക്ക് വേണ്ട പാഠോപകരണങ്ങൾ കൃത്യസമയത്ത് എത്തിച്ച് അത് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ ഏതൊരു മൂലയിലും വികസനം, LDF സർക്കാരിന്റെ വികസനം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ വികസനം കൃത്യമായി കാണാൻ സാധിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏത് മണ്ഡലത്തിൽ നിന്നാ? ആലപ്പുഴ ഇത്തവണ പ്രശ്നമാണല്ലോ മൊത്തത്തിൽ. ആലപ്പുഴ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. ആലപ്പുഴ വളരെ
ആലപ്പുഴയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ചരിത്രപരമായും വലിയൊരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആലപ്പുഴ എപ്പോഴും അതെ വിപ്ലവമാണ്, എപ്പോഴും വിപ്ലവത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് അങ്ങനെയുള്ളൂ. ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉള്ള ഒരു സ്ഥലമല്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഏത് മണ്ഡലമായിരിക്കും ഏറ്റവും ശ്രദ്ധ വരിക? അതിപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ഇപ്പൊ അമ്പലപ്പുഴയ്ക്ക് വല്ലാതെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. വെറും അറ്റൻഷൻ മാത്രമാണല്ലേ? അമ്പലപ്പുഴയ്ക്ക് മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ എന്താണ്, അമ്പലപ്പുഴ എന്ന സ്ഥലത്തിന് നേരത്തെ പറഞ്ഞ അതേ ഒരു രീതിയിലുള്ള പ്രത്യേകതയുള്ള സ്ഥലമാണ്. വലിയ രീതിയിലുള്ള പുന്നപ്ര വയലാർ അടക്കമുള്ള പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. VS അടക്കമുള്ള സഖാക്കൾ ഉയർന്നു വന്ന മണ്ണാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് അതുപോലെ തന്നെ വളരെ അടിയുറച്ച നിലപാടുകളും രാഷ്ട്രീയമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആലപ്പുഴ എന്ന് നിൽക്കേണ്ട നിലപാടിനോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു കലുഷിതമായ അന്തരീക്ഷം എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇല്ല, വളരെ ക്ലീൻ ആണ്, വ്യക്തമാണ്. എന്ത് ഇപ്പൊ ഒരു മുന്നണി ഇപ്പൊ UDF ആണെങ്കിൽ തന്നെ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല അമ്പലപ്പുഴയിൽ. അപ്പോൾ അതൊക്കെ LDF എങ്ങനെ നോക്കി കാണുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലേ? അതൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനങ്ങളാണല്ലോ. ഇപ്പൊ LDF എന്ന രീതി എനിക്ക് തോന്നുന്നത് ഓരോ ഇപ്പൊ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന MLA എഡ്സലാം അടക്കം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ. അപ്പൊ അത് അവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, അവർ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സ്വാർത്ഥ മനോഭാവത്തോടെ അല്ലെങ്കിൽ കൃത്യമായ ആശയാടിസ്ഥാനം ഇല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ ആ സ്ഥലം തള്ളിപ്പറയുമെന്നത് തന്നെയാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത്. പോയോ? ഓ തീർച്ചയായിട്ടും. ഇതിന്റെ ആരിലും ആദ്യം വോട്ട് ചെയ്യുമ്പോൾ ആരിലുണ്ട്? ആദ്യ വോട്ട് എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ആരുമില്ല? കന്നിവോട്ട് ആർക്കും ഇല്ല? ഇല്ല. ഓക്കെ, അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്, മുമ്പ് തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ചെയ്തത്. അതിനു മുമ്പ് നിങ്ങൾക്ക് വോട്ട് വന്നില്ല അല്ലെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ആദ്യമായിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അന്ന് ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് വലിയ സന്തോഷമാണ്. കാരണം പ്രധാനമായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിലെ ഒരു കൗമാരത്തിലേക്കൊക്കെ എത്തി ഒരു വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉള്ള ആഗ്രഹങ്ങളാണല്ലോ. ആ രീതിയിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു അതിനെ നോക്കിക്കണ്ട. പിന്നെ നമ്മൾ മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങി നേരിട്ട് ആ ഒരു പ്രക്രിയയിൽ പങ്കാളിയായതിന്റെ സന്തോഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ ഉണ്ടായി. ആദ്യമായിട്ട് ഈ വിരലിൽ മഷി വരട്ടിയപ്പോൾ അത് ഫേസ്ബുക്കിൽ അല്ല ഇൻസ്റ്റയിലാണല്ലോ നിങ്ങൾ? സോറി, ഞങ്ങളെ ഫേസ്ബുക്ക് പഴയ ജനറേഷൻ ഇൻസ്റ്റയിൽ ഇട്ട് കാണുമല്ലോ. കന്നിവോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യ ഒരു ഇതിലും മുന്നോട്ട് പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിക്ക് നമ്മൾ മുൻകൂട്ടി എല്ലാവരും പ്രവർത്തിച്ച് ശീലമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇതാ കന്നിവോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂട്ടത്തിൽ ഇരുന്നിട്ടൊക്കെ ഇട്ടിട്ടില്ല. നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. ഇൻസ്റ്റയിൽ സജീവം തോന്നുന്നല്ലേ? എത്ര ഫോളോവേഴ്സ്? 3K. ഓക്കെ, അങ്ങനെ അതിന്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആരാ? ചെയർമാനാണോ? ചെയർമാൻ ഇൻസ്റ്റയിലും ഫാനാണോ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഒന്ന് നോക്കേണ്ടി വരും. അവള് പറഞ്ഞ ഒരു 3000 വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ രീതിയിലാണല്ലോ. ഫാൻസ് ഉണ്ട് ഒരുപാട് ചെയർമാന്. നല്ലപോലെ ഫാൻസ് ഉണ്ട് ആണല്ലേ? ചെയർമാന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം അല്ലേ? ഓക്കെ, നോക്കാം. അപ്പൊ സ്ഥലം മലപ്പുറം മഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.